നമസ്കാരം കുട്ടികളെ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് തിങ്കളാഴ്ചത്തെ മാത്സ് എക്സാമിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ, 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന സമാന്തര വരകൾ. എന്താണ് സമാന്തര വരകൾ? ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണത്. എത്ര നീട്ടി വരച്ചാലും കൂട്ടിമുട്ടില്ല. എക്സാമ്പിൾ, റെയിൽവേ പാളം, നമ്മുടെ വൈദ്യുത കമ്പികൾ, ഇവയൊന്നും കൂട്ടിമുട്ടാറില്ല. കൂട്ടിമുട്ടി അപകടം ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. 2 സമാന്തര രേഖകൾ, അവയെ ഖണ്ഡിക്കുന്ന ഒരു നേർരേഖ, അവിടെ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കോണുകൾ, അവയുടെ പ്രത്യേകതകൾ, അവയുടെ സാമ്യതകൾ, അവയുടെ വ്യത്യാസങ്ങൾ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവും. നിങ്ങളുടെ മനസ്സിലൊന്ന് പതിപ്പിച്ച് വെക്കുക. എക്സാമിന് അതൊക്കെ ഒന്ന് ഓർത്ത് പൊടി തട്ടിയെടുത്ത് അങ്ങ് എഴുതി പിടിപ്പിച്ചേക്കുക. സംഭവം വളരെ സിമ്പിളാണ്. ഓക്കെ അല്ലേ? നോക്കാം. ഒരു വരയെ മറ്റൊരു വര മുറിച്ച് കിടക്കുമ്പോൾ അവയ്ക്കിടയിൽ എത്ര കോണുകൾ ഉണ്ടാകാറുണ്ട്? നമുക്ക് നോക്കാം. ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ? ഒരു വരയെ മറ്റൊരു വര ഖണ്ഡിച്ചിരിക്കുന്നു. അപ്പം 1, 2, 3, 4. ആ ഒന്നാമത്തെ കോണും രണ്ടാമത്തെ കോണും ഒരേ അളവായിരിക്കും. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? അതുപോലെ മൂന്നാമത്തെ കോണും നാലാമത്തെ കോണും ഒരേ അളവായിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ശരിയല്ലേ? നോക്കൂ, നമുക്ക് ഈ 3 എക്സാമ്പിളുകൾ നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിളിൽ എയും ബിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പം ബി മാത്രം എത്രയുണ്ട്? 50 ആണ്. അപ്പം ബാക്കി എത്ര ഉണ്ടാവണം? 130 ഇപ്പുറം ഉണ്ടാവണം. രണ്ടാമത്തേതിൽ എക്സും വൈയും കൂടെ കൂട്ടിയാൽ, ആ കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പം എക്സും വൈ അവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ മേലെ എത്ര കൊടുത്തിട്ടുണ്ട്? 130ഉം 50ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50ന് ഓപ്പോസിറ്റുള്ള കോണ് 50 തന്നെയായിരിക്കും. 130ന് ഓപ്പോസിറ്റുള്ള കോണ് 130 തന്നെയായിരിക്കും. അപ്പോൾ എക്സും വൈയും കൂടി കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, ഒരു നേർരേഖയെ ഒരു വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളുടെ ആകെത്തുക 360 ആയിരിക്കും. അതിലൊരു വശം 180ഉം മറ്റേ വശം 180ഉം ആയിരിക്കും. അപ്പം ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ ബേസ്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ കോണുകൾ കണ്ടോ? എല്ലാം മട്ട കോണുകളാണ്. അപ്പോൾ 360 കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ? 90, 90, 90. ഇതും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒരു നേർരേഖയെ ഒരു വര ഖണ്ഡിക്കുമ്പോൾ 2 ചെറിയ കോണുകളും 2 വലിയ കോണുകളും ഉണ്ടാകുന്നു. ഒന്നാമത്തേതിൽ 2 ചെറിയ കോണുകൾ, രണ്ടാമത്തേതിൽ 2 വലിയ കോണുകൾ. ഇനി നോക്കുക, 2 ലൈനുകൾ, 2 സമാന്തര ലൈനുകളെ ഒരു നേർരേഖ ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകൾ ഒരുപോലെ അടയാളപ്പെടുത്തിയിരിക്കുന്നതുണ്ടാവും. അത് രണ്ടും ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ എതിർവശത്തുള്ള 2 കോണുകളും ഒരുപോലെ ആയിരിക്കും. അതിന് ഓപ്പോസിറ്റുള്ള 2 കോണുകളും ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ ഇതാണ് നമ്മളിതിനകത്ത് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കുക, 2 ലൈനുകൾക്കും താഴെയും മേലെയും കോണുകളുണ്ട്. രണ്ടുകളുടെയും തുക എത്രയായിരിക്കും? അതായത് ഓരോന്നിലും 360 വെച്ചാണ് വരുന്നത്. അപ്പം വരയ്ക്ക് മേലെ 180, വരയ്ക്ക് താഴെ 180. രണ്ടാമത്തെയും വരയ്ക്ക് മേലെ 180, വരയ്ക്ക് താഴെ 180. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമാന്തരങ്ങളായ 2 വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുന്നത് ഒരേ അളവിലുള്ള കോണുകളിലാണ്. നിങ്ങൾ ആ കളർ കൊടുത്തേക്കുന്നതുണ്ടോ? മേലെയും താഴെയും ചുവപ്പ് ഒരുപോലെ, പച്ച, അവയൊക്കെ തുല്യ അളവുള്ള കോണുകളാണ്. പച്ചയും തുല്യ അളവാണ്, ചുവപ്പും തുല്യ അളവാണ്. അപ്പോൾ ഏകദേശം ഒരു കാര്യം മനസ്സിലായല്ലോ, കോണുകൾ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ കോണുകളാണ് ഒരുപോലെയുള്ളത്, ഏതൊക്കെ കോണുകളാണ് ഒരുപോലെ അല്ലാത്തത്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ?
ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്തൊക്കെയായിരുന്നു? ചെറിയ കോണുകളെല്ലാം ഒരേ അളവുകളാണ്, വലിയ കോണുകളെല്ലാം ഒരേ അളവുകളാണ്, ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി കിട്ടും. മുറിക്കുന്ന വര സമാന്തര രേഖകളിൽ ഒന്നിന് ലംബമായാൽ മറ്റേ വരയ്ക്കും ലംബമാകും, എല്ലാ കോണുകളും മട്ടമാകും. എന്ന് വെച്ചാൽ എല്ലാ കോണുകളും തുല്യമാകും. അങ്ങനത്തെ അവസ്ഥയിൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ചെയ്യാൻ പറ്റുമല്ലോ? ഈസി അല്ലേ? നമുക്ക് വേണ്ടത് പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്, ആത്മവിശ്വാസം. പിന്നെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കണക്ക് അങ്ങനെയാണ്, ഒന്നും പഠിച്ചു വെക്കേണ്ട, കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ചെയ്താൽ മതി. ഓരോ ജോഡിയെയും സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. ഓരോ ജോഡിയിലെയും കോണുകൾക്ക് ഒരേ അളവുകളാണ്. നമുക്ക് നോക്കത്തില്ലേ? താഴെ ഇടത്ത് 2 കോണുകൾ കണ്ടില്ലേ? അതുപോലെ തന്നെ മുകളിൽ ഇടത്ത് 2 കോണുകൾ, താഴെ വലത്ത് 2 കോണുകൾ, മുകളിൽ വലത്ത് 2 കോണുകൾ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞവയൊക്കെ സമാന കോണുകളാണ്, ഒരുപോലെ വരുന്ന കോണുകളുടെ ജോഡികളാണ്. അതായത് ജോഡികളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളത് എതിർ സ്ഥാനങ്ങൾ, അങ്ങനെ എതിർ കോണുകൾ നമുക്ക് നോക്കാം. താഴെ ഇടത്ത്, മുകളിൽ വലത്ത് ഒരുപോലെയുള്ള കോണുകളാണ്. മുകളിൽ ഇടത്ത്, താഴെ വലത്ത് ഒരുപോലെയുള്ള കോണുകളാണ്. അതുപോലെ മുകളിൽ ഇടത്ത്, താഴെ വലത്ത്, അവസാനത്തെ മുകളിൽ വലത്ത്, താഴെ ഇടത്ത് ഒരുപോലുള്ള കോണുകളാണ്. ഇവിടെ ഓരോ ജോഡിയെയും മറുകോണുകൾ, ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. ഓരോ ജോഡിയിലെയും കോണുകൾക്ക് ഒരേ അളവാണ്. ഇനി സമാന്തര വരകൾക്ക് ഇടയ്ക്കുള്ള ജോഡികളും അവയ്ക്ക് പുറത്തുള്ള ജോഡികളുമാണ് ചുവടെ കാണിക്കുന്നത്. നോക്കുക, അകത്തെ വലത്ത്, അകത്ത് വലത്ത് കണ്ടില്ലേ? അതുപോലെ തന്നെ അകത്ത് ഇടത്ത്, അകത്ത് ഇടത്ത്. അടുത്തത് പുറത്ത് വലത്ത്, പുറത്ത് വലത്ത്. അടുത്തത് പുറത്ത് ഇടത്ത്, പുറത്ത് ഇടത്ത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ 2 ജോഡികളെ ആന്തര സഹകോണുകൾ എന്നും കോ ഇൻറ്റീരിയർ ആംഗിൾസ്, അവസാനത്തെ 2 ജോഡികളെ ബാഹ്യ സഹകോണുകൾ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നുമാണ് പറയുന്നത്. ഓരോ ജോഡിയിലെയും കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ അതൊക്കെ അല്ലേ? ഏത് ത്രികോണത്തിലെയും കോണുകളുടെ അളവുകളുടെ തുക 180 ആയിരിക്കും. അപ്പോൾ 2 കോണുകളുടെ അളവുകൾ തന്നാൽ നമുക്ക് മറ്റേ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യണം? ആ 2 കോണുകളുടെ അളവുകളെ കൂട്ടി 180 നിന്നും മൈനസ് ചെയ്താൽ, കുറച്ചാൽ നമുക്കത് കിട്ടും. അതുപോലെ തന്നെ ട്രയാങ്കിൾ ആണെങ്കിലും നമുക്കിതുപോലെ തന്നെയാണ്. 4 കോണുകളുണ്ടെങ്കിൽ 3 കോണിൻ്റെ അളവ് തന്നാൽ എന്ത് ചെയ്യാം? 360 നിന്നും നമ്മൾ ഈ കിട്ടിയ 3 കോണുകളുടെ തുകയെ കുറച്ചാൽ നമുക്ക് ആ കിട്ടാത്ത കോണ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ ത്രികോണങ്ങളാണ് മെയിനായിട്ട് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ത്രികോണങ്ങളുടെ അളവുകൾ കണ്ടെത്താനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ NZ ഇതേ മോഡലുള്ള ആകൃതിയിലുള്ള കോണുകളൊക്കെ തന്നു കഴിഞ്ഞാൽ അവിടെ സമാന്തര വരകളെ സൃഷ്ടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ കോണുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം.
ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് തരുന്ന ആ രൂപത്തിൽ ഇതുപോലെ 2 ലൈനുകളെ ഒരു സമാന്തര രേഖ, 2 സമാന്തര രേഖകളെ ഒരു ലൈൻ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗം നമുക്ക് അവിടെ നിന്ന് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ അതിലൂടെ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കോണുകൾ കണ്ടെത്താൻ പറ്റും. നമ്മൾ പഠിച്ച ഒരു ടെക്നോളജിയാണ്, പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട, എന്നാലും നമ്മുടെ ഒരു ചിന്തകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. അടുത്ത 2 ചാപ്റ്ററും ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അടുത്ത് ഭിന്നസംഖ്യകൾ, അതിനെപ്പറ്റി അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇപ്പോൾ ഇത് കൃത്യമായിട്ടും ഒന്ന് ഓടിച്ച് നോക്കുക, അതിലെ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് വിശ്വാസം. ബേസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം കിട്ടിയാലും ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഏത് വണ്ടി ഓടിക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. മാത്സിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം അടുത്ത 2 ചാപ്റ്ററും ഞാൻ ഇന്നും നാളെയായിട്ട് വീഡിയോ ഇടും. അതും കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇടുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് അതിലിടാവുന്നതാണ്. എന്തായാലും അതിനൊരു മറുപടി ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ശരി.